ഹായ് ഗൈസ്, വെൽക്കം ടു ഫ്ലൈന യൂട്യൂബ് ചാനൽ. ആരെങ്കിലും എൻ്റെ പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തിരിക്കുന്ന ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ തന്നെ ഞാൻ ഇടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയ മിനി ബ്ലോഗ് വീഡിയോ ആണ്. തമിഴിൽ കണ്ടിരിക്കുക. ഞങ്ങൾ വന്നിട്ട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഉദയഗിരി കോട്ടയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇത് കറക്റ്റ് എവിടെ ഇരിക്കുന്നതാണ്? തിരുവനന്തപുരം റോഡ് ടു നാഗർകോവിൽ പോണ വഴിയിൽ തക്കലെ എന്ന സ്ഥലത്തിൽ പുള്ളിയെക്കുറിച്ച് അവിടെയാണ് ഇത് ഉദയഗിരി കോട്ട ഇരിക്കുന്നത്. ഹൈവേ നിന്ന് ഇടത് സൈഡ് റോഡാണ്. നമ്മളവിടെ പോകുമ്പോഴേ നമുക്ക് കാണാം വലിയ വലിയ കല്ല് വെച്ച് മതിൽ കെട്ടൊക്കെ കാണാം. അവിടെ പോയി പാർക്കിംഗ് വന്നിട്ട് അവിടെ ഉണ്ട്. അവിടെ പാർക്കിംഗ് ഇറങ്ങി അവിടെ 10 രൂപയാണ് പാർക്കിംഗ് ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ചെറിയ ഒരു അപ്പൂപ്പൻ്റെ ഒരു ഷോപ്പുണ്ട്. നമുക്ക് വല്ലതും കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് ജ്യൂസ് വെള്ളം വേണമെങ്കിൽ വാങ്ങാം നമുക്ക് അവിടെ നിന്ന്. ഇതാണ് എൻട്രൻസിൻ്റെ അകത്ത് നമ്മൾ പോയി ഇടത് സൈഡാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ പോയി ഒരാൾക്ക് 30 റുപ്പീസാണ് ചാർജ്. അങ്ങനെ അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഇടത് സൈഡ് വരുമ്പോൾ അവിടെ കുറേ കൂട്ടിൻ്റെ അകത്തൊക്കെ കുയിലുണ്ടായിരുന്നു. പരുന്ത് വന്നിട്ട് നനഞ്ഞ് കോന്നിരുന്നത്. അതെന്താണെന്നറിയില്ല. പ്രാവുണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, പിന്നെ കണ്ണാടിൻ്റെ അകത്തൊരു മൂർഖൻ പാമ്പുണ്ടായിരുന്നു. ഞാൻ പാമ്പ് ഫസ്റ്റ് ആയിട്ടാണ് പാമ്പ് അവിടെ നമ്മൾ കാണുന്നത്. അത് നമ്മൾ ഡല്ലായിട്ടാണ് കിടന്നത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു വീട്ടിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത്. അത് കണ്ടപ്പോൾ ഒക്കെ വേടിയായിരുന്നു. ആ വീട്ടിലുള്ളവർ എങ്ങനെ ഇരുന്നായിരുന്നു. അടുത്ത് അത് കഴിഞ്ഞിട്ട് നേരെ പോകുമ്പം ഇരിക്കാൻ വേണ്ടി മരത്തിന് വന്നിട്ട് ടേബിൾ മാതിരി ചെയ്ത് വെച്ചിരുന്നത് നന്നായിരുന്നു കാണാം. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കുറേ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ 2 മയിൽ വന്നിട്ട് അതായത് ഇട്ടിരുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ട് മയിൽ ഞങ്ങളുടെ കിട്ട പെട്ടെന്ന് ഓടി വന്നായിരുന്നു. അതൊക്കെ കണ്ടിട്ട് നടന്ന് അങ്ങനെ പോകുമ്പോൾ മുളക്കമ്പ് വന്നിട്ട് കാണാം. അവിടെ വന്നിട്ട് ഫുള്ള ലവേഴ്സിൻ്റെ പേര് ലെറ്റർ അങ്ങനെയൊക്കെയാണ് അവിടെ ഫുള്ളാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വന്നിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണമെങ്കിൽ നല്ല ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ വെള്ളം ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് കുളം പോലെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ അത് നീറ്റല്ല. പ്ലാസ്റ്റിക്കിനെ കുറേ പോണിയൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്തെടുത്തിരുന്നെങ്കിൽ നന്നായിട്ടിരിക്കുമായിരുന്നു. ഫാമിലിയോടെ പോവാം. പിള്ളേർക്കെല്ലാം അവിടെ കളിക്കാൻ വേണ്ടി ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു പാർക്ക്. അതിൽ നമുക്കും പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ അതിൽ കളിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ നടന്നു വരുമ്പോൾ ഇടത് സൈഡിൽ വന്നിട്ട് മാനുണ്ടായിരുന്നു. മാനെന്ന് പറയാൻ അത്ര ഇല്ലായിരുന്നു. ദൂരെ അങ്ങായിട്ട് നല്ല ദൂരെ കിടന്നായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. കുറേ മാനൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത് അതിൻ്റെ സൈഡിൽ നിന്ന് വലത് സൈഡിൽ നടന്നു വരുമ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രി ആകുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നും ഒരു കാടിനകത്ത് നടന്നു പോകുന്ന ഒരു ഫീലാണ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അത്ര വെയിലില്ല. കാണാൻ ഒരു കാടിനകത്ത് നമ്മളെങ്ങനെ നടന്ന ആ ഒരു ഫീൽ തന്നെ കിട്ടും. അടുത്ത് അങ്ങനെ നടന്നു പോയിട്ടിരുന്നപ്പോൾ മരത്തിൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു ഷെഡ് പോലെ കിട്ടി, ഒരു കൂടാരം പോലെ വെച്ചിരുന്നു. അത് കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു. കാണാൻ നല്ല പൊളിയായിരുന്നു. അതിൽ നമുക്ക് പോയി കയറാം. ഞാൻ കയറിയായിരുന്നു. ഫസ്റ്റ് കയറിയപ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു. വീഴുമെന്ന് പറഞ്ഞിട്ട് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ പേടിക്കുന്നത് അതിൻ്റെ താഴെ വന്നിട്ട് വല കെട്ടി സേഫ്റ്റി ആയിട്ട് തന്നെ വെച്ചിരിക്കും. അതിൻ്റെ അകത്ത് മുകളിൽ കയറുമ്പോൾ കുറേ നമുക്ക് ഫുള്ള സറൗണ്ടിങ് അതിൽ കാണാം. അത്ര ഫുള്ളാ കാണാൻ പറ്റില്ല. കുറച്ച് സറൗണ്ടിങ് അല്ല നമുക്ക് അതിൽ നിന്ന് കാണാം. ഇത് എവിടെ നടന്നു പോകണമെന്ന് പറഞ്ഞാൽ ഡിലൈന എന്ന് പറഞ്ഞാൽ അവരെ കളറെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത് നമ്മൾ അവിടെ കാണാൻ പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ നമ്മൾ നടന്ന് തന്നെ പോകണം. പോകുമ്പം 2 സൈഡും കാട് സൈഡാണ്. അതിൻ്റെ നടുവിലൂടെ നമ്മൾ നടന്നു പോകുന്നത്. ഇതാണ് എൻട്രൻസ്. ഇതിൻ്റെ അകത്ത് പോകുമ്പോൾ വലത് സൈഡ് വന്നിട്ട് ഒരു കളറുണ്ട്, ഇടത് സൈഡ് വന്നിട്ട് 3 വേറെ കളറാണ്. അത് കാണുമ്പോഴേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഒന്ന് കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈറ്റാ പേടി തോന്നും. എന്നിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടും ഉണ്ട്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഫസ്റ്റ് ആയിട്ട്. ഇതാണ് പഴയ കാലത്തെ അവരെ കളറുകൾ. അതിൽ വന്നിട്ട് തമിഴിലും അതിൻ്റെ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. അവരെ പേര് അവരെക്കുറിച്ച് അതൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ കണ്ടിട്ട് അങ്ങനെ അതേ സെയിം വഴി നടന്നു വരുമ്പോൾ അവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്. അതിൻ്റെ അകത്ത് ആ ഒരു ചെറിയ ഷോപ്പ് മാത്രം തന്നെ ഉള്ളൂ. അവിടെ ജ്യൂസ്, സിപ്സ്, ചോക്ലേറ്റ് അതൊക്കെ വാങ്ങാം. പിന്നെ വന്നിട്ട് അവിടെ വന്നിട്ട് ജിപേ ഇല്ല. നമ്മൾ കയ്യിൽ തന്നെ പൈസ കൊടുക്കേണ്ടത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. നമ്മൾ പോകുമ്പോൾ അകത്ത് ജിപേ എന്ന് പറഞ്ഞാൽ സംഭവം ഇല്ല. ഇപ്പോൾ എല്ലാവരും ജിപേ ആണ് വെച്ച് യൂസ് ആക്കുന്നത്. ജിപേ ഇല്ല, അവിടെ പൈസ തന്നെ കൊടുക്കണം. എന്നിട്ട് അതവിടെ കണ്ടിട്ട് നമുക്ക് പുറത്ത് ഇറങ്ങില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ കൊടുക്കുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ബൈ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് നമുക്ക് നോക്കാം.